ഇന്നത്തെ ടോപ്പിക് കോവിഡ് വന്നു കഴിഞ്ഞിട്ട് നമ്മളുടെ ജോയിന്റ് മസിലും ഡാമേജ് വരുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, കോവിഡ് ഒരു വൈറൽ അസുഖമാണ്. നമ്മളുടെ ബോഡി മൊത്തമായിട്ട് ഹാർട്ടും ലങ്സും ഇൻറ്റസ്റ്റൈൻസ് എഫക്ട് ചെയ്യുന്ന ഒരു ഡിസീസാണ്. അതുകൂടാതെ ബോൺസും ജോയിന്റും എഫക്റ്റഡ് ആവും. ഇതിന്റെ ഏറ്റവും കോമൺ സിംറ്റം എക്സ്ട്രീം ടയർഡ്നെസ് ആണ്. സ്റ്റെയർ കയറാൻ പറ്റില്ല, അല്ലെങ്കിൽ ചെറുതായിട്ട് നടക്കുമ്പോൾ പെയിൻ അല്ലെങ്കിൽ ടയർഡ്നെസ് വരും. ഇന്നത്തെ ടോപ്പിക് അതിനെ പറ്റി സംസാരിക്കാനാണ്. അതിന്റെ കാരണവും പിന്നെ നമുക്ക് എങ്ങനെ ഇത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത്. കോവിഡ് എങ്ങനെയാണ് ബോഡിയിൽ എഫക്ട് ചെയ്യുക, എസ്പെഷ്യലി മസിലും ബോൺസിലും. ഇതിന്റെ പ്രോബ്ലം നമ്മുടെ ബോഡിയുടെ പ്രതിരോധ ശേഷിയുടെ എതിരായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു വൈറസാണ്. ഇത് വരുമ്പോൾ കുറച്ച് കെമിക്കൽസ് റിലീസ്ഡ് ആവും. നമ്മുടെ മസിലിന്റെ പ്രോട്ടീൻ ഇങ്ങനെ ഡാമേജ് ആയിക്കൊണ്ടിരിക്കും. സോ നമ്മൾ പ്രോട്ടീൻ ഡാമേജ് ആവുമ്പോൾ നമ്മൾ ടയർഡ് ആവും. ടയർഡ് ആയ കാരണം നമ്മൾ ബെഡ് റെസ്റ്റ് എടുക്കും. ഒരു 3 അല്ലെങ്കിൽ 4 ദിവസം ബെഡ് റെസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് എടുത്താൽ നമ്മുടെ ബോഡിയിലത്തെ സ്ട്രോങ് മസിൽ, നമ്മുടെ കാലിന്റെയും നമ്മുടെ ബട്ടോക്സിന്റെയും അല്ലെങ്കിൽ ബാക്കിലത്തെ മസിൽസ് ഇങ്ങനെ ശോഷിച്ചു പോകാൻ തുടങ്ങും. പിന്നെ ചില ആൾക്കാർക്ക് ഹൈ ഡോസ് സ്റ്റിറോയിഡ്സ് കൊടുക്കും, എസ്പെഷ്യലി ശ്വാസമുട്ടൊക്കെ വരുമ്പോൾ, ലങ്സിൽ അല്ലെങ്കിൽ ഹാർട്ടിൽ ബാധിക്കുമ്പോൾ. സോ ഈ സ്റ്റിറോയിഡ്സിന്റെ ഒരു നെഗറ്റീവ് എന്ന് വെച്ചാൽ ബോഡിയുടെ കാൽഷ്യം, എല്ലിനകത്ത് ആ കാൽഷ്യം ഇങ്ങനെ അബ്സോർബ് ആവും, മസിലും ശോഷിച്ചു പോകാൻ തുടങ്ങും. പിന്നെ ചില ആൾക്കാർക്ക് എക്സോഷൻ, അതായത് ഭയങ്കര ടയർഡ്നെസ്, 6 മാസം ചിലപ്പോൾ 1 വർഷം വരെ അത് നിൽക്കും. ഇതൊക്കെ വരാൻ കാരണം ആ വൈറസിന്റെ ഒരു ശീലം കാരണമാണ്, ഒരു വൈറസിന്റെ പ്രത്യേകത കാരണമാണ്. സോ നമുക്ക് എങ്ങനെ അറിയാതെ വാർണിംഗ് സൈൻസ് എന്തൊക്കെയാണ്? സാധാരണ കാലത്ത് എഴുന്നേക്കുമ്പോൾ നമ്മുടെ ജോയിന്റ് സ്റ്റിഫ്നെസ് വരും, വഴക്കങ്ങൾ കിട്ടാത്ത പോലെ, എസ്പെഷ്യലി ഒരു ഹാഫ് ആൻ അവർ, ചിലപ്പോൾ 1 മണിക്കൂർ വരെ നിൽക്കും. പിന്നെ ചെറുതായിട്ട് നടക്കുമ്പോൾ നമ്മുടെ തൊടയുടെ മസിൽസ് അല്ലെങ്കിൽ കാലിന്റെ മസിൽ ക്രാമ്പ് തുടങ്ങും, മസിൽ കയറാൻ തുടങ്ങും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയി കിതപ്പ്, ഒരു ചെറിയൊരു 5-6 സ്റ്റെപ്പ് കയറിയാൽ മതി കിതപ്പ് വരാൻ തുടങ്ങും. പിന്നെ നമുക്ക് കണ്ണാടിയിൽ വെച്ച് കാണും നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിക്കാൻ തുടങ്ങും, മസിൽ വേസ്റ്റിംഗ് ആയ കാരണം. ഇത് വരുമ്പോൾ ഇങ്ങനത്തെ ഈ 4 സൈൻസ് വന്നാൽ, അറ്റ്ലീസ്റ്റ് 2, ഈ 4 2 വന്നാൽ, ദാറ്റ് മീൻസ് നിങ്ങളുടെ മസിൽ വേസ്റ്റ് ആവാൻ തുടങ്ങി. സോ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. നമുക്ക് എങ്ങനെയാണ് ഇത് ട്രീറ്റിംഗ് ചെയ്യാം? ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഇതാ, ആദ്യം ജോയിന്റ് ലൂസ് ആവണം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് മസിലിന്റെ ശക്തി കൂട്ടുക. സോ നമ്മൾ ജോയിന്റ് ലൂസ് ആക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റാം? ആങ്കിൾ പമ്പ്, ഈ പിക്ചറിൽ കാണുന്ന പോലെ ഒരു 20 റെപ്പിറ്റേഷൻ ഓരോ സൈഡിൽ. പിന്നെ സീറ്റഡ് നീ എക്സ്റ്റൻഷൻസ്, അതും ഒരു 3 സെക്കൻഡ് പിടിക്കുക, അങ്ങനെ 10 റെപ്പിറ്റേഷൻസ് ചെയ്യാം രണ്ട് സൈഡ്. പിന്നെ ഷോൾഡർ സർക്കിൾസ് ഒരു 15 പ്രാവശ്യം ഒരു ഡയറക്ഷനിലും പിന്നെ മറ്റു ഡയറക്ഷനിലും. പിന്നെ തൊറാസിക് ഓപ്പണേഴ്സ് ഈ പിക്ചറിൽ കാണുന്ന പോലെ. ഇതിന്റെ അഡ്വാൻറ്റേജ്, നമ്മുടെ ജോയിന്റ് ക്യാപ്സും ലൂസ് ആവും, നമ്മുടെ ബ്ലഡ് സപ്ലൈയും കൂടും. ഒരു 3 to 4 days പനി കഴിഞ്ഞിട്ട് നമുക്കിത് ചെയ്തുകൊണ്ടിരിക്കാം, ഒരു 3 അല്ലെങ്കിൽ 4 പ്രാവശ്യം ഓരോ ദിവസം. പിന്നെ എങ്ങനെ ശക്തി വെപ്പിക്കാം? ഞാൻ പറഞ്ഞു, ആദ്യം ജോയിന്റ് ലൂസ് ആവണം, സെക്കൻഡ് മസിൽ ശക്തി കൂട്ടണം. ഏറ്റവും എഫിഷ്യന്റ് എക്സസൈസ് സ്ക്വാറ്റ്, അത് കുത്തിരുന്നിട്ട് എഴുന്നേക്കാം, അറ്റ്ലീസ്റ്റ് ഒരു 10 പ്രാവശ്യം 2 നേരം. സോ നമുക്ക് ഇത് കിതപ്പില്ലാത്ത ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 10 പ്രാവശ്യം 15 പ്രാവശ്യം ആക്കാം. നമുക്ക് എണ്ണം കൂട്ടാം. ഇത് ഏകദേശം 1 അല്ലെങ്കിൽ 2 ആഴ്ച ചെയ്യാം. അത് ഒരു വിധം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ എക്സസൈസ് ചെയ്യാം, ഗ്ലൂട്ട് ബ്രിഡ്ജസ്. ഇത് നമ്മുടെ കോർ മസിൽ സ്ട്രോങ് ആക്കാനാണ്. ഇതൊരു 12 റെപ്പിറ്റേഷൻ 3 സെറ്റായിട്ട് ചെയ്യാം. കുറച്ചുകൂടി ഡിഫിക്കൽട്ടി കൂട്ടാൻ നമുക്ക് റെസിസ്റ്റൻസ് ബാൻഡ്സ് പിടിപ്പിക്കാം. അതൊരു 2 അല്ലെങ്കിൽ 3 വീക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആണ് സ്പെഷ്യലൈസ്ഡ് എക്സസൈസ്, സ്റ്റെപ്പ് അപ്സ്. അതായത് ഒരു സ്റ്റെയർ കേസ് ക്ലൈംബ് ചെയ്യാം, അല്ലെങ്കിൽ ഒറ്റ കാലിൽ കാഫ് റേസസ് ചെയ്യാം, വാൾ പുഷപ്സ് ചെയ്യാം. യൂഷ്വലി ഇത് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഒരു ബേൺ വരും, ഒരു ചെറിയൊരു ചൂടൊക്കെ വരും, ദാറ്റ് ഇസ് ഓക്കെ. പക്ഷെ ജോയിന്റിന്റെ അവിടെ പെയിൻ വരാൻ പാടില്ല. പെയിൻ ഇതൊരു 24 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അത് ജോയിന്റിൽ ബാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സസൈസിൽ നമുക്ക് കുറയ്ക്കാം. ഡെഫിനറ്റ്ലി ഇത് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോട്ടീൻ ഇൻടേക്ക് കറക്റ്റ് ആവണം. നമ്മുടെ ഓരോ kg വെയിറ്റ്, ഓരോ കിലോ വെയിറ്റിന് ഏകദേശം ഒരു 1 ഗ്രാം അല്ലെങ്കിൽ 1.5 ഗ്രാം പ്രോട്ടീൻ വേണം. സോ നമുക്കൊരു 70 കിലോ ആണെങ്കിൽ നമ്മുടെ ബോഡി വെയിറ്റ്, നമുക്ക് ഏകദേശം ഒരു 70 അല്ലെങ്കിൽ 75 ഗ്രാം പ്രോട്ടീൻ വേണം പെർ ഡേ. പിന്നെ നല്ലോണം പച്ചക്കറികൾ, കളർഫുൾ വെജിറ്റബിൾസ് വേണം. പിന്നെ omega-3 റിച്ച് ഫുഡ്, അതായത് ഫിഷ് അറ്റ്ലീസ്റ്റ് ട്വൈസ് വീക്ക് കഴിക്കുക. പിന്നെ ഡെഫിനറ്റ്ലി വൈറ്റമിൻ ഡിയും കാൽഷ്യം സപ്ലിമെന്റ് ചെയ്യണം. നമ്മൾ എപ്പോഴാണ് ഓർത്തോപെഡിക്സിനെ കാണിക്കുക, എന്നെ എപ്പോഴാണ് കാണിക്കുക? ജോയിന്റിൽ ബാധിക്കുമ്പോൾ, എസ്പെഷ്യലി രാത്രി. ചില ആൾക്കാർക്ക് സ്റ്റിറോയിഡ്സ് കഴിക്കുമ്പോൾ നമ്മുടെ ജോയിന്റിനകത്ത് രക്തോട്ടം കുറയും, വാസ്കുലർ നെക്രോസിസ് എന്ന് പറയും. അതൊക്കെ വരുമ്പോൾ എന്തായാലും കാണിക്കണം. പിന്നെ ഒരു സിംഗിൾ ജോയിന്റിൽ മാത്രമായിട്ട് ചൂട് വന്നാൽ അല്ലെങ്കിൽ നീര് വന്നാൽ, പിന്നെ ഇത് എക്സസൈസ് ചെയ്തിട്ടും മസിൽ
മസിൽ ശക്തി വെക്കില്ലെങ്കിൽ എന്തായാലും കാണിക്കണം. പിന്നെ ഡെഫിനറ്റ്ലി ശ്വാസമുട്ട്, കിതപ്പ്, നമ്മൾ എത്ര എക്സസൈസ് ചെയ്തിട്ടും നമുക്ക് കിതപ്പ് കൂടി വരാം. ഡെഫിനറ്റ്ലി അത് ഡോക്ടറെ കാണിക്കേണ്ടി വരും. ഇതൊരു റീക്യാപ്പ് പോലെ കോവിഡ് ഫെറ്റീഗും അതിന്റെ കൂടെ സ്റ്റിറോയിഡ്സും നമ്മുടെ ബോഡിയിലെ ജോയിന്റ്സും മസിൽസ് എഫക്ട് ചെയ്യുന്ന ഒരു സംഭവമാണത്. ബട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് എക്സസൈസ് ചെയ്താൽ, ജോയിന്റ് ലൂസ് ആക്കിയാൽ സ്ലോലി ബട്ട് ഷുവർലി അത് ശരിയാവും. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.